ഹിസ് മൈൻ പാർട്ട് 13. ഇച്ഛായ ഞാൻ പിന്നെ തന്നിലേക്ക് ചായാനൊരുങ്ങുന്നവൻ്റെ ഷോൾഡറിൽ മുറുകെ പിടിച്ചുകൊണ്ടവൾ വിളിച്ചു. ഇഷ്, മിണ്ടരുത് നീ. ഇടി പുന്നാര മോളെ, അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ അതിന് നിൽക്കരുത്. നീ എന്ത് കരുതി? നിന്റെ ഈ അഭിനയം ഞാൻ മനസ്സിലാക്കില്ല എന്നോ? എന്നാൽ കേട്ടോ, ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് മനസ്സിലായതാ നിന്റെ മാറ്റം. പിന്നെ നീ ഡോക്ടറുമായി സംസാരിക്കുന്നതും ഞാൻ കേട്ടിരുന്നു. എന്താടി നോക്കി നിൽക്കുന്നത്? നിന്റെ ഓരോ മാറ്റവും നിന്നേക്കാൾ കൂടുതൽ അറിയുന്നവനാണ് ഞാൻ. എന്നോട് നീ അഭിനയിക്കാൻ നിൽക്കരുത് ഇനി മേലാൽ, കേട്ടല്ലോ? ഗൗരവത്തോടെയുള്ള അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന കരുതലും സ്നേഹവും ഒക്കെ മനസ്സിലായപ്പോൾ സാറ കരഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി. അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നുകൊണ്ട് ഏങ്ങി ഏങ്ങി കരയുന്നവളെ ആദ്യം അവനിലേക്ക് ചേർത്ത് പിടിച്ചു. അവളെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും അവനാവുന്നുണ്ടായിരുന്നില്ല. അവന് കഴിയില്ലായിരുന്നു. അത്രമേൽ അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ അവൻ്റെ പ്രണയവും പ്രാണനുമായിരുന്നു അവൾ. ഇച്ഛായ, ഞാൻ മഞ്ജിമ ഇച്ഛായനെ വിട്ടു പോകാൻ പറഞ്ഞു. എൻ്റെ അല്ലേ എനിക്ക് വേണം. അപ്പോൾ താലി പൊട്ടിക്കാൻ നോക്കി. പിന്നെ താഴേക്ക് തള്ളിയിട്ടപ്പോൾ ഞാൻ... ഓരോന്നും നുള്ളിപ്പൊറുക്കിക്കൊണ്ട് സാറ പറയുന്നത് കേട്ടപ്പോൾ ആദിയുടെ മുഖമാകെ വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. മഞ്ജിമ സാറയെ ചെയ്തു കൂട്ടിയതൊക്കെ ഓർക്കും തോറും അവനിൽ അവളെ കൊല്ലാനുള്ള പക വരുന്നുണ്ടെങ്കിലും വിറച്ചുകൊണ്ട് തൻ്റെ നെഞ്ചോരം പതുങ്ങിയിരിക്കുന്നവളെ കാണവേ ഇപ്പോൾ അവൾക്കൊപ്പമാണ് താൻ വേണ്ടത് എന്ന ഓർമ്മയിൽ അവൻ സ്വയം നിയന്ത്രിച്ചു. പതിയെ സാറയെ തൻ്റെ നെഞ്ചിൽ നിന്ന് അടർത്തി ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് ആദ്യം അവളുടെ മുറിവ് പറ്റിയ കൈ മെല്ലെ പൊക്കി അതിൻ്റെ അടിയിൽ ഒരു പില്ലോ വെച്ച് കൊടുത്തു. അതേപോലെ ഒരു കാലിലെ മുറിവ് വെച്ച് കെട്ടിയതിൻ്റെ അടിയിലും പില്ലോ വെച്ച് കൊടുത്തുകൊണ്ട് അവൻ അവളെ നോക്കിയപ്പോൾ കണ്ണും വിടർത്തിക്കൊണ്ട് അവനെ നോക്കി കിടക്കുകയാണ് സാറ. പക്ഷെ അവളുടെ അധരങ്ങളിലെ വശ്യമായ പുഞ്ചിരി കാണവേ ആദ്യം സ്വയം മറന്നുകൊണ്ട് അവളിലേക്കടുത്തു. അവളിലേക്ക് ഭാരമൊന്നും നൽകാതെ അവൻ അവളിലേക്ക് താഴ്ന്നു വരുമ്പോൾ അന്നാദ്യമായി വിറയിലോ വെപ്രാളമോ ഒന്നുമില്ലാതെ സാറ അവൻ്റെ മിഴികളിൽ തന്നെ നോക്കിക്കിടന്നു. അപ്പോൾ അവളുടെ മനസ്സിലും അവൻ മാത്രമായിരുന്നു. അവനോടുള്ള ആത്മാർത്ഥമായ പ്രണയമായിരുന്നു. പതിയെ വളരെ മൃദുവായി ആദ്യം അവളെ ചുംബിച്ചുകൊണ്ട് മെല്ലെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. വയ്യാത്തത് കൊണ്ട് വെറുതെ വിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു സമ്മാനം നിനക്ക് ഞാൻ നൽകിയേനെ. തൻ്റെ നെഞ്ചിൽ ചാരി കിതപ്പ് മാറ്റാൻ ശ്രമിക്കുന്നവളെ നോക്കി കുറുമ്പോടെ അവൻ പറഞ്ഞപ്പോൾ ഇതിൽ കൂടുതൽ എന്ത് സമ്മാനം തരാനാ കർത്താവേ എന്ന് ആത്മകഥത്തോടെ അവൾ അവനെ നോക്കിക്കിടന്നു. ഇതേസമയം എങ്ങനെയൊക്കെയോ നിരങ്ങി തൻ്റെ മുറിയിലേക്ക് പോയി ബെഡിൽ കിടക്കുകയാണ് മഞ്ജിമ. ആദിയുടെ അടി അവളെ അത്രമേൽ തളർത്തിയിരുന്നു. പരിചയപ്പെട്ടു തുടങ്ങിയ നാൾ തൊട്ട് ഇന്നലെ വരെ അവൻ അവളെ ഒന്ന് അടിക്കുക പോലും ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ സാറയ്ക്ക് വേണ്ടി അവൻ അത് ചെയ്തല്ലോ എന്നോർക്കുമ്പോൾ അവളിൽ ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു നിറയാൻ തുടങ്ങി. ആദി, നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവളെ ഇല്ലാതാക്കാൻ വരെ ശ്രമിച്ചത്. പക്ഷേ നീ എന്നെ അടിച്ചല്ലേ, അതിനുള്ളത് ഞാൻ നിനക്ക് തന്നോളാം. ഇപ്പോൾ ആദിശേഷൻ്റെ ജീവനല്ലേ സാറ, അപ്പോൾ അവൾക്ക് വേദനിക്കണം. എന്നാലേ ആ വേദന അതേപോലെ നിന്നിലേക്കും എത്തുകയുള്ളൂ. അതിന് എന്ത് വേണമെന്നെനിക്കറിയാം. സ്വയം പറഞ്ഞുകൊണ്ടവൾ ദേഷ്യത്തിൽ ഡ്രസ്സിംഗ് റൂമിലേക്ക് മെല്ലെ കയറി. വേഗം തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടവൾ ആരെയും കാണാതെ എങ്ങനെയൊക്കെയോ വേദന കടിച്ചമർത്തിക്കൊണ്ട് നീലേശ്വരത്ത് നിന്നും ഇറങ്ങിപ്പോയി. അപ്പോൾ അവളുടെ മനസ്സിൽ നിറയെ എത്രയും പെട്ടെന്ന് ജേക്കബിനെ കൂട്ടിക്കൊണ്ടുവരണം എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വേഗം അവിടെ നിന്നും അയാളെ കാണാൻ വേണ്ടി ഇറങ്ങി. എന്നാൽ ഇതേ സമയം സാറ വീട്ടിൽ വന്നു എന്നറിഞ്ഞ ജിത്തു അവൾക്ക് ഓർമ്മയില്ലല്ലോ എന്ന സന്തോഷത്തിൽ അവളെ കാണാനായി എങ്ങനെയൊക്കെയോ നിരങ്ങി മുകളിലേക്ക് പോവുകയായിരുന്നു. ആദിശേഷൻ ഉണ്ടാകുമോ മുറിയിൽ? ഇല്ലായിരിക്കും. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്കൊന്ന് കയറി കാണാം, അഥവാ എന്തെങ്കിലും പ്രയോജനമുണ്ടായാലോ. ജിത്തു ശബ്ദമുണ്ടാക്കാതെ അവരുടെ മുറിക്ക് മുന്നിലെത്തി പതിയെ ഹാൻഡിലിൽ പിടിച്ച് ചിരിയോടെ ഡോർ തുറന്ന് അകത്തേക്ക് നോക്കിയ ജിത്തു ഞെട്ടിത്തെറിച്ച് നിന്നു പോയി. ചുവന്നു തൊടുത്ത മുഖവുമായി ആദിയുടെ നെഞ്ചിലെ രോമക്കാടിൽ തൻ്റെ മുഖം അമർത്തി കിടക്കുന്ന സാറയെയും അവളെ ചിരിയോടെ ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു കിടക്കുന്ന ആദിയെയും കാണും തോറും അവനിൽ വല്ലാത്ത ദേഷ്യവും നിരാശയും വന്നു നിറയുന്നുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി അവരെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടവൻ തിരിഞ്ഞു നടന്നു പോയപ്പോൾ അത്രയും നേരം കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്ന ആദി പുച്ഛത്തോടെ കണ്ണുകൾ തുറന്ന് അങ്ങനെ കിടന്നു. നിന്റെ മനസ്സിലുള്ള ഒരാഗ്രഹവും നടക്കാൻ പോണില്ല ജിത്തു. അവൾ എൻ്റെയാണ്, എൻ്റെ മാത്രം. ഇവളിലെ സർവ്വ അധികാരവും ഈ ലോകത്ത് എനിക്ക് മാത്രമാണ്. അതും പറഞ്ഞുകൊണ്ട് ആദി ഉറങ്ങിക്കിടക്കുന്ന സാറയെ പതിയെ ബെഡിൽ കിടത്തിയ ശേഷം അവളുടെ നെറുകയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു. തൻ്റെ ഷോൾഡറിൽ കൈചേർത്ത് പിടിച്ച് ശാന്തമായി ഉറങ്ങുന്ന സാറയെ നോക്കിക്കൊണ്ട് ആദി അവൾക്കൊപ്പം തന്നെ കിടന്നു. എന്തുകൊണ്ടോ അവളെ ഒരു നിമിഷം പോലും തനിച്ചാക്കാൻ അപ്പോൾ അവൻ്റെ മനസ്സ് അനുവദിക്കില്ലായിരുന്നു.
അതുകൊണ്ട് തന്നെ അവളെ നോക്കിക്കൊണ്ടവൻ അവൾക്കരികിലേക്ക് ചേർന്ന് കിടന്നു.